നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വർത്തമാനത്തെ കുറിച്ചിട്ടാണ്. കൂട്ടുകാരൻ എഴുതിയ പുസ്തകമാണ് സുഹൃതം എന്നാണ് പേര്. അതിൽ അവൻ പറയുന്നൊരു കഥ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തരുന്നു. ഈ സുഹൃത്ത് ഒരു പുരോഹിതനാണ്. ഇടവകയിൽ വീടുകൾ വെഞ്ചരിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ഓരോ വീട്ടിലും കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നൊരു കാര്യം. ഒരു വീടിന് മുമ്പിൽ അദ്ദേഹം ഇതുപോലെ ചെന്ന് കോളിമ്പല്ലടിക്കുന്ന നേരത്ത് ഉറക്കെയുള്ള വാർത്ത, ഒരു സ്ത്രീ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് ഉള്ളിൽ നിന്ന് കേൾക്കാം. കോളിമ്പല്ലടിച്ചതും വർത്തമാനം നിന്നു, വാതിൽ തുറന്നു. അച്ഛൻ അകത്ത് കയറി വീട് വെഞ്ചരിച്ചു. അവിടെ നോക്കുമ്പോൾ വേറെ ആരുമില്ല, ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൗതുകം കൊണ്ട് അച്ഛൻ ചോദിച്ചു, ചേച്ചി ഭയങ്കര ഉറക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവർ പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ട് അച്ഛോ. ഉവ് എന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ അവിടെ ഓരോ വീടുകൾക്കൊരു യൂണിറ്റൊക്കെ ഉണ്ട്. യൂണിറ്റ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോഴാണ് കുറച്ച് ക്ലാരിറ്റി കിട്ടിയത്. ഈ സ്ത്രീ അല്പം പ്രായമുള്ള സ്ത്രീയാണ്. അവർ വിവാഹം കഴിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് അമ്മയോടൊപ്പമാണ് താമസം. അമ്മ മരിച്ചുപോയി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം അവരിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ സംസാരിക്കുന്ന പറയാം. ഒറ്റപ്പെടൽ തോന്നാതിരിക്കാനോ അല്ലെങ്കിൽ അമ്മയോടെന്ന രീതിയിലോ അവരുറക്കെ സംസാരിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ ഇതേ സ്ത്രീയെ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പലരും പറയുന്നുണ്ട് എനിക്ക് വട്ടാണെന്നൊക്കെ. ശരിക്കും വട്ട് പിടിക്കാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ. ആരൊക്കെയോ അവിടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ. നമ്മളെല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറേ വാർത്തകളുണ്ടല്ലോ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത്, സ്വർണം പിടിച്ചു, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്കിടയിൽ കോമൺ ആയിട്ട് കാലങ്ങളായിട്ട് ഞാൻ ജനിച്ച കാലം തുടങ്ങി കാണുന്നൊരു വാർത്ത ആത്മഹത്യയുടെയാണ്. ജീവൻ അങ്ങ് കളയാൻ തീരുമാനിക്കുക. മിണ്ടാൻ ഒരുപക്ഷെ ഒരാളില്ലാതെ പോയത് കൊണ്ടാണോ ഇവരിങ്ങനെ സ്വയം ഇറങ്ങിപ്പോകുന്നത്? അതോ അവരെടുത്ത വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ? ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. 2 ദിവസം മുമ്പ് ഞാൻ കാർ ഓടിച്ച് വരുമ്പോൾ ഓൺ ദ വേ എൻ്റെ വണ്ടിയുടെ AC ഓഫായിപ്പോയി. ഭയങ്കര ചൂടാണ്. പിന്നെ ഞാനപ്പോൾ തന്നെ എൻ്റെ സർവീസിൻ്റെ ആളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ AC ഓഫായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ പിറ്റേ ദിവസം കൊണ്ടുവരാനാണ് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വീട് എത്താറായപ്പോഴേക്കുമാണ് AC ഓഫായത്. പിറ്റേ ദിവസം ഇത് കൊണ്ടു കൊടുക്കണമല്ലോ, അപ്പോഴും AC ഇല്ല. ഭയങ്കര ചൂട്. AC ഓണാക്കിയാലും ചൂടുകാറ്റാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലാസ് തുറന്നിടാം. ഗ്ലാസ് തുറന്നിട്ടപ്പോൾ എനിക്ക് തണുത്ത കാറ്റടിക്കണമെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ പുറത്ത് അതിഭീകര തണുത്ത കാറ്റ് ഉണ്ടായിട്ടല്ല, ഉള്ളിലെ ഈ ചൂടിനേക്കാളും മനോഹരമായ കാറ്റ് പുറത്തുണ്ടായിരുന്നു. ഏകദേശം ഈ വലിയ വേദനകൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഇതുപോലെ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് കാറിൻ്റെ ഉള്ളിൽ പോകുന്ന പോലെയാണ്. ഒരാളോട് മിണ്ടുക എന്ന് പറഞ്ഞാൽ ആ വിൻഡോ താഴ്ത്തിയിട്ട് പുറത്തെ കുറച്ച് നേരത്തെ കാറ്റെങ്കിലും കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പം കെട്ടിയിട്ട വെള്ളം മലിനമാകുന്ന പോലെ ഒഴുകിയേ പറ്റൂന്നേ. എത്ര വലിയ സങ്കടമാണെങ്കിലും നിങ്ങളത് ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നതാണ്. സംസാരിക്കുക, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. വലിയൊരു സങ്കടം വന്നാൽ ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോയിരിക്കും, ചിലപ്പോൾ ദൈവത്തോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. മിണ്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനായിരിക്കാം മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഒരു റാപ്പോ ഉള്ള ഒരു അപ്പനും അമ്മയും അല്ല, ചേട്ടന്മാരില്ല, ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു ബന്ധം ഉണ്ടാവുമല്ലോ, അല്പം സെൻസിബിളായിട്ടുള്ള. നിങ്ങൾ എന്നോ പഠിപ്പിച്ചൊരു അധ്യാപകൻ ഉണ്ടാവുമല്ലോ, ഇവരോടൊക്കെ പോയി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാനിടയ്ക്ക് എൻ്റെ ഗുരുക്കന്മാർ എന്ന് പറയാറുണ്ട്. ഇവരൊക്കെ എൻ്റെ ഗുരുവായത് ഞാനായിട്ട് ആദ്യമായിട്ട് പോയി, അച്ഛൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, അവർ ചിലപ്പോൾ ഞെട്ടണോ, എന്താണോ ഇവന് പറയാനുള്ളത്? അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നാണ് അവർ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഗുരുവായി മാറിയിട്ടുള്ളത്. എവിടെയെങ്കിലും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലെ സങ്കടത്തെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് മാത്രം പറയാൻ ആഗ്രഹം. അതെന്ത് തന്നെയാണെങ്കിലും ആരോടെങ്കിലും അത് മിണ്ടി മിണ്ടി തീർത്തേ പറ്റൂ. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മനോഹരമായ മാർഗം മിണ്ടുക എന്നുള്ളത്. മിണ്ടുക, മനുഷ്യരോട് മിണ്ടുക. കാരണം അതിലൂടെ ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അടച്ചിട്ട കാറ് പോലെയും കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയൊക്കെ ആയിരിക്കും. എന്നെ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആരോടെങ്കിലും അത് മിണ്ടി തീർക്കുക. കാരണം നമുക്കൊക്കെ ഉള്ളൊരു മെയിൻ പ്രശ്നം സങ്കടത്തെ ഇങ്ങനെ പെരുപ്പിച്ച് അതിനകത്ത് നമ്മൾ ആനന്ദം കണ്ടെത്താറുണ്ട്. അവനവൻ്റെ വേദനകളിൽ നമ്മൾ അഭിരമിക്കാറുണ്ട്. സാഡായ പാട്ട് കേട്ടിട്ടും ഇമോഷണൽ സീനുകൾ കണ്ടും അത് സ്റ്റാറ്റസ് ഇട്ടും ഒരു മനുഷ്യനെ ഇത് സഹായിക്കാൻ പോണില്ല. ഒരു മനുഷ്യനെ പറഞ്ഞു തീർക്കുക, മിണ്ടി തീർക്കുക എന്നുള്ളതാണ്. വർത്തമാനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.